ബഹുമാനപ്പെട്ട അങ്ങയുടെ അറിവിലേക്കാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ പ്രോജക്റ്റുകളായ മാലിന്യമുക്തം, നവകേരളം, കെ സ്മാർട്ട് സോഫ്റ്റ്വെയർ എന്നിവ സംബന്ധിച്ച് ഒരു ഹ്രസ്വ അവതരണം ഇന്ന് സഭാ സമ്മേളനത്തിന് ശേഷം ആർ നാരായണൻ തമ്പി ഹാളിൽ ബഹുമാനപ്പെട്ട അംഗങ്ങൾക്കായി ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി സംഘടിപ്പിക്കുന്നുണ്ട്. എല്ലാ ബഹുമാനപ്പെട്ട അംഗങ്ങളും പ്രസ്തുത പരിപാടിയിൽ പങ്കെടുക്കണം എന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചതായി സഭയെ അറിയിക്കുകയാണ്. ബഹുമാനപ്പെട്ട പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗ ക്ഷേമ വകുപ്പ് മന്ത്രി. യെസ്, ബഹുമാനപ്പെട്ട മിനിസ്റ്റർ. സർ, പ്രതിപക്ഷം ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ചുരുക്കി അവതരിപ്പിക്കാം. താങ്ക് യു. നമ്മുടെ ഈ സഭ നടക്കുന്ന അവസരത്തിൽ നമ്മുടെ മഹാത്മാഗാന്ധി ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചതിൻ്റെ 100-ാം വർഷവും അതേപോലെ തന്നെ പട്ടികവർഗ വികസന വകുപ്പ് രൂപീകരിച്ചതിൻ്റെ 50-ാം വർഷവുമാണ് നമ്മുടെ മുമ്പിൽ ഇവിടെ സജ്ജമായിട്ടുള്ളത്. ഈ അവസരത്തിൽ പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി പദ്ധതികൾ ഇവിടെ നടപ്പാക്കി വരുന്നു. സാർ, ഇവിടെ പ്രതിപക്ഷ ഭാഗത്തു നിന്ന് വന്നതുപോലെ ഈ കാര്യങ്ങൾ പ്രതിപക്ഷം കേൾക്കണമായിരുന്നു. പദ്ധതിയൊന്നും നടക്കുന്നില്ല എന്നുള്ള ഒരു പരാമർശമാണ് പൊതുവെ നടത്തിയിട്ടുള്ളത്. പക്ഷേ ആ കാര്യങ്ങൾ കേൾക്കുന്നതിന് വേണ്ടിയിട്ട് ഏതായാലും പ്രതിപക്ഷം ഇവിടെ ഇല്ലെങ്കിലും ഡിമാൻഡിന് വേണ്ടി അവതരിപ്പിക്കാതിരിക്കാൻ വേണ്ടി സാധിക്കില്ല. പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ വകുപ്പിൽ വിദ്യാഭ്യാസം, തൊഴിൽ, അടിസ്ഥാന സൗകര്യ വികസനം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, സാമൂഹ്യ നീതി ഉറപ്പുവരുത്തൽ എന്നിവയാണ് പ്രധാനമായും ഈ രംഗത്ത് വകുപ്പ് നടപ്പാക്കി വരുന്നത്. ഇന്ത്യയിലെ 16.6% വരുന്ന പട്ടികജാതി വിഭാഗത്തിന് കേന്ദ്ര സർക്കാർ ബജറ്റിൽ 3.4%, 9% വരുന്ന പട്ടികവർഗ വിഭാഗത്തിന് 2.9% തുകയും മാത്രമാണ് വകയിരുത്തുന്നത്. കേരളത്തിലാണെങ്കിൽ പട്ടികജാതി വിഭാഗം 9.1%, പട്ടികവർഗ വിഭാഗം 1.45% ആണെങ്കിലും പദ്ധതിയുടെ 9.81% പട്ടികജാതിക്കും 2.89% പട്ടികവർഗ വകുപ്പിനുമായി നീക്കിവെച്ച് പദ്ധതി നടപ്പാക്കി വരുന്നു. സാർ, പട്ടികജാതി വികസന വകുപ്പിലെ പദ്ധതി വിഹിതം മുൻ വർഷത്തെ 2979 കോടിയിൽ നിന്നും 3188.25 കോടിയായി നമുക്ക് ഈ ബഡ്ജറ്റിൽ വർദ്ധിപ്പിക്കാൻ വേണ്ടി സാധിച്ചു. പട്ടികവർഗ വികസന വകുപ്പിലെ പദ്ധതി വിഹിതം 859.50 കോടിയിൽ നിന്നും 920 കോടിയായി ഈ വർഷം നമുക്ക് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പിന്നോക്ക വിഭാഗ വികസന വകുപ്പിലെ പദ്ധതി വിഹിതം 266.26 കോടിയിൽ നിന്നും 278.62 കോടിയായി നമുക്ക് ഈ വർഷം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ലൈഫ് മിഷൻ മുഖേന പട്ടികജാതി മേഖലയിൽ 1,48,956 ഗുണഭോക്താക്കൾക്ക് നമുക്ക് വീട് കൊടുക്കാൻ വേണ്ടി സാധിച്ചു. 1,561.3 കോടി രൂപ പട്ടികവർഗ വികസന മേഖലയിൽ ചെലവഴിക്കാനും 52,000 ഗുണഭോക്താക്കൾക്ക് 802 കോടി രൂപയും നമുക്ക് ചെലവഴിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. സേഫ് പദ്ധതി പ്രകാരം 2 ലക്ഷം രൂപ വീതം 20,829 പട്ടികജാതി കുടുംബങ്ങൾക്ക് നമുക്ക് ധനസഹായം നൽകാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. സാർ, 2.5 ലക്ഷം രൂപ വീതം 8,401 പട്ടികവർഗ കുടുംബങ്ങൾക്കും സേഫ് പദ്ധതിയിൽ നമുക്ക് സഹായം അനുവദിച്ചിട്ടുണ്ട്. അംബേദ്കർ ഗ്രാമവികസന പദ്ധതിയിൽ 930 ഗ്രാമങ്ങൾ നമുക്ക് അനുവദിച്ചു. അടുത്ത വർഷം 1000 പുതിയ ഗ്രാമങ്ങൾ ഏറ്റെടുക്കും. 2017-18 മുതൽ ഇതേവരെ 40,236 പഠനമുറികൾക്ക് ധനസഹായം നൽകുന്നതിന് വേണ്ടി സാധിച്ചിട്ടുണ്ട്. 4 വർഷത്തിനുള്ളിൽ 2 ലക്ഷം രൂപ വീതം 15,419 പഠനമുറികൾക്ക് ധനസഹായം അനുവദിച്ചു കഴിഞ്ഞു. 2016-17 മുതൽ പട്ടികജാതി വിഭാഗക്കാർക്ക് 45,821 കുടുംബങ്ങൾക്ക് ഭൂമി വാങ്ങുന്നതിനും പട്ടികജാതി വികസന വകുപ്പ് കൊണ്ട് ചെലവഴിച്ചു. കഴിഞ്ഞ 4 വർഷത്തിനുള്ളിൽ 14,358 പട്ടികജാതിക്കാർക്ക് 757 ഏക്കർ ഭൂമി വിതരണം ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. സാർ, പട്ടികവർഗ വിഭാഗക്കാരായ 3,908 പേർക്ക് കഴിഞ്ഞ 4 വർഷത്തിനുള്ളിൽ 4,435.04 ഏക്കർ ഭൂമിയാണ് സർക്കാർ വിതരണം നടത്തിയിട്ടുള്ളത്. എല്ലാ പട്ടികവർഗ കുടുംബങ്ങൾക്കും ഭൂമിയുള്ള രാജ്യത്തെ ആദ്യ ജില്ലയായി തിരുവനന്തപുരത്തെ നമുക്ക് മാറ്റാൻ വേണ്ടി സാധിച്ചു. പ്രീ മെട്രിക്, പോസ്റ്റ് മെട്രിക് വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പുകൾ, ഹോസ്റ്റൽ സൗകര്യം, പഠന സഹായം എന്നിവ നമ്മൾ നൽകി വരുന്നു. കേന്ദ്ര സർക്കാർ സ്കോളർഷിപ്പ് 2.5 ലക്ഷം രൂപ വരുമാന പരിധി നിശ്ചയിച്ചു എങ്കിലും കേന്ദ്രം നിഷേധിച്ചിട്ടും എല്ലാ വിദ്യാർത്ഥികൾക്കും ധനസഹായം നൽകുന്നതിന് വേണ്ടിയിട്ട് സംസ്ഥാന ഗവൺമെൻറ് നടപടി സ്വീകരിച്ചു വന്നിട്ടുണ്ട്. അതുപ്രകാരം 7,56,686 വിദ്യാർത്ഥികൾക്കാണ് സാർ ഗവൺമെൻറ് ഗ്രാൻറ്റ് നൽകി വരുന്നത്. കേന്ദ്രം നിഷേധിച്ച OBC വിദ്യാർത്ഥികളുടെ പ്രീ മെട്രിക് സ്കോളർഷിപ്പ് കെടാവിളക്ക് എന്ന സംസ്ഥാന പദ്ധതി ആവിഷ്കരിച്ച്
32.28 കോടി രൂപ വിതരണം ചെയ്തു. ചുരുങ്ങിയത് 1.25 ലക്ഷം വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകി വരുന്നു സാർ. സംസ്ഥാന സർക്കാർ വരുമാന ഫീസ് പരിധിയില്ലാതെ 14 ലക്ഷം വിദ്യാർത്ഥികൾക്കാണ് സ്കോളർഷിപ്പ് അനുവദിച്ചു വരുന്നത്. കേന്ദ്ര സഹായത്തിന് പുറമെ സ്റ്റൈപ്പൻഡ്, പോക്കറ്റ് മണി, ഹോസ്റ്റൽ ഫീസ്, ട്യൂഷൻ ഫീസ്, എക്സാം ഫീസ് എന്നിവയും സംസ്ഥാന സർക്കാർ നൽകി വരുന്നുണ്ട്. വിദ്യാവിഹിന പദ്ധതിയിൽ 186 പഞ്ചായത്തുകളിലെ 689 വിദ്യാലയങ്ങളിലെ 25,147 വിദ്യാർത്ഥികൾക്ക് ഇതിൻ്റെ ഗുണം ലഭ്യമാക്കി വരും സാർ. എഞ്ചിനീയറിംഗ്, നേഴ്സിംഗ്, പാരാമെഡിക്കൽ, കമ്മ്യൂണിറ്റി സോഷ്യൽ വർക്കർ, ലീഗൽ അസിസ്റ്റൻറ്റ്, മാനേജ്മെൻറ്റ് ട്രെയിനി, ലീഗൽ കൗൺസിൽ, ജേർണലിസം പ്രൊമോട്ടർ എന്നീ മേഖലകളിലെ ട്രേസ് പദ്ധതി വഴി 4,044 പേർക്ക് ഇൻറ്റേൺഷിപ്പ് ലഭ്യമാക്കി വരുന്നു. കൊമേഴ്ഷ്യൽ പൈലറ്റ് കോഴ്സ്, വിദേശ പഠനം എന്നിവയ്ക്ക് 25 ലക്ഷം രൂപ സർക്കാർ നൽകി വരുന്നു സാർ. ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുമായി ചേർന്ന് സ്കിൽ ഡെവലപ്മെൻറ്റ് പദ്ധതി ആരംഭിച്ചു. പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ 3,641 കോടി രൂപയും പരിവർത്തിത കൈസവ ശുപാർശിത വിഭാഗ കോർപ്പറേഷൻ മുഖേന 53.13 കോടി രൂപയും വായ്പ നൽകിയിട്ടുണ്ട്. UDF സർക്കാരിൻ്റെ കാലയളവിൽ പാലക്കാട് മെഡിക്കൽ കോളേജ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് 56.54 കോടി രൂപ മാത്രമാണ് സഹായിച്ചത്. എന്നാൽ ഈ ഇടതുപക്ഷ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം 733.22 കോടി രൂപ പാലക്കാട് മെഡിക്കൽ കോളേജിന് വേണ്ടി നമുക്ക് ചെലവഴിക്കാൻ വേണ്ടി സാധിച്ച മെഡിക്കൽ കോളേജ് പ്രവർത്തന സജ്ജമാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. 500 വിദ്യാർത്ഥികൾ ഇപ്പം പിന്നെ MBBS പൂർത്തീകരിച്ച് പാലക്കാട് മെഡിക്കൽ കോളേജിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ട്. നിലവിലിപ്പോൾ 500 വിദ്യാർത്ഥികൾ അവിടെ പഠനം നടത്തി വരുന്നു. നേഴ്സിംഗ് അതുപോലെ തന്നെ പാലക്കാട് മെഡിക്കൽ കോളേജിൽ പുതിയ നേഴ്സിംഗ് കോളേജ് നമുക്ക് ആരംഭിക്കാനും നമുക്ക് സാധിച്ചിട്ടുണ്ട്. പാലക്കാട് മെഡിക്കൽ കോളേജ് 3 മാസത്തിനകം പൂർണ്ണ സജ്ജമാക്കാൻ വേണ്ടി കഴിയും സാർ. പട്ടികവർഗ സമഗ്ര ആരോഗ്യ സുരക്ഷാ പദ്ധതിയിൽ 4 വർഷത്തിനുള്ളിൽ 100.04 കോടി രൂപ ആശുപത്രികൾ മുഖേന നമ്മൾ ചെലവഴിച്ചു വരുന്നു. പട്ടികവർഗ വികസന വകുപ്പിൻ്റെ സുവർണ ജൂബിലി കൈവരിച്ച നേട്ടങ്ങളും സാർവദേശീയ അനുഭവങ്ങളും പങ്കുവെക്കുന്നതിന് അന്താരാഷ്ട്ര കോൺക്ലേവും ദേശീയ ട്രൈബൽ ഫെസ്റ്റിലും നമ്മൾ ഈ വർഷം നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നു സാർ. JDC, HDC, ജേർണലിസം മേഖലകളിൽ ഉൾപ്പെടെ പുതിയതായി 1000 പേർക്ക് ഇൻറ്റേൺഷിപ്പ് നൽകുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നു. അർഹരായ എല്ലാ വിദ്യാർത്ഥികൾക്കും സ്കോളർഷിപ്പുകൾ ലഭ്യമാക്കുന്നതിനും ഈ ഇനത്തിൽ കുടിശ്ശികയില്ലാതെ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വകുപ്പ് നടപടി സ്വീകരിക്കും. പ്രീമെട്രിക് ഹോസ്റ്റലുകളിൽ സോഷ്യൽ ഓഡിറ്റ് നടത്തി ISS സർട്ടിഫിക്കേഷൻ ലഭ്യമാക്കി ആധുനിക സൗകര്യങ്ങൾ ഉറപ്പുവരുത്തും. തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ എന്നീ ജില്ലകളിൽ പുതിയതായി പോസ്റ്റ് മെട്രിക് ഹോസ്റ്റലുകൾ ആരംഭിക്കും. 25-26 വർഷത്തിൽ 3,340 പേർക്ക് കൂടി നമുക്ക് ഭൂമി നൽകുന്നതിന് വേണ്ടിയിട്ട് വകുപ്പ് നടപടി സ്വീകരിക്കും സാർ. കണ്ണൂർ, മലപ്പുറം, തൃശ്ശൂർ, കൊല്ലം ജില്ലകളിലെ പട്ടികവർഗ വിഭാഗക്കാർക്ക് ഭൂമി ഉറപ്പുവരുത്തി ഭൂരഹിതരില്ലാത്ത ജില്ലകളായി പ്രഖ്യാപിക്കും. കേരളം ആദിവാസി ഭൂരില്ലാത്ത ആദ്യ സംസ്ഥാനമാക്കുന്നതിന് വേണ്ടിയിട്ട് വകുപ്പ് നടപടി സ്വീകരിക്കും സാർ. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കേന്ദ്ര സഹായത്തോടെ ഫോർ സ്കിൽ ഡിസീസ് SCD സ്ഥാപിക്കുന്നതിന് അനുമതി നൽകി. സിംഗിൾ സെൽ അനീമിയ രോഗികളുടെ പ്രതിമാസ ധനസഹായം 2,500 രൂപയായി ഉയർത്തി 4 വർഷത്തിനുള്ളിൽ 9.63 കോടി രൂപ നമുക്ക് നൽകുന്നതിന് വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് സാർ. 1 കോടി രൂപ വീതം നൽകുന്ന 100 പുതിയ അംബേദ്കർ ഗ്രാമങ്ങൾ ഈ സാമ്പത്തിക വർഷം നമ്മൾ ആരംഭിക്കും. ആറളം, മട്ടപ്പാടി, വട്ടലക്കി, ഷോളയാർ തുടങ്ങിയ ഫാമിംഗ് സൊസൈറ്റികൾ, സുഗന്ധഗിരി, പ്രിയദർശിനി എസ്റ്റേറ്റുകൾ, ചീനേരി എസ്റ്റേഷൻ പ്ലാന്റ് തുടങ്ങിയവയുടെ പ്രവർത്തനങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പെക്സ് ബോഡി സമിതി രൂപീകരിക്കും. എന്നൂർ മാതൃകയിൽ ഹെറിറ്റേജ് ടൂറിസം, എത്തിക്സ് ഫുഡ് സ്റ്റാർട്ടപ്പുകൾ എന്നിവ തിരുവനന്തപുരം, എറണാകുളം, ഇടുക്കി, കണ്ണൂർ ജില്ലകളിലും ആരംഭിക്കും. ആദിവാസി വിഭാഗങ്ങൾക്ക് തൊഴിലും വരുമാനവും ഉറപ്പുവരുത്തും സാർ. ഓരോ ജില്ലയിലും മാതൃകാ അംബേദ്കർ ഗ്രാമങ്ങൾ നമ്മൾ ആരംഭിക്കും. 6,000 പഠനമുറികളും സേഫ് പദ്ധതിയിൽ 10,000 വീടുകളും പുതിയതായി ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നു സാർ. നിലവിലുള്ള സംരംഭങ്ങൾക്ക് അധിക സഹായമായി 10 ലക്ഷം രൂപ വരെ നൽകുന്ന സ്മൃതി കേരളം പദ്ധതി നടപ്പിലാക്കും. ഇതിനുള്ളിൽ 1000 സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിക്കും. ആധാർ, റേഷൻ കാർഡ്, ഇലക്ഷൻ ID, ആരോഗ്യ ഇൻഷുറൻസ് ഉൾപ്പെടെ വ്യക്തിഗത രേഖകൾ ഡിജിറ്റൽ ചെയ്യുന്ന ABCD പദ്ധതി നമ്മൾ സംസ്ഥാനത്ത് പൂർണ്ണമായി നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നു സാർ. വിദേശ സർവകലാശാലകളിൽ ബിരുദാനന്തര ബിരുദത്തിന് അയച്ച വിദ്യാർത്ഥികളുടെ എണ്ണം 1000 തികയുകയാണ്. ഈ വർഷവും പദ്ധതി തുടരും. 300 പേർക്ക് കൂടി വിദേശ വിദ്യാഭ്യാസ അവസരം നമ്മൾ ഒരുക്കും. പാലക്കാട് ജില്ലയിൽ ആധുനിക റൈസ് മിൽ പ്രവർത്തനം ആരംഭിക്കും.
59 പേർക്ക് നേരിട്ടും 41 പേർക്ക് പരോക്ഷമായും തൊഴിൽ നൽകുന്നതിന് വേണ്ടി നടപടി സ്വീകരിക്കും സാർ. അതേപോലെ തന്നെ ഇടയ്ക്ക് ഇവിടെ സുമോദ് MLA സൂചിപ്പിച്ചിരുന്നു, അവിടെയുള്ള സ്കിൽ പാർക്കും അതേപോലെ തന്നെ പാരാമെഡിക്കൽ ഹോസ്റ്റലിൻ്റെ പ്രവർത്തനവും നമ്മൾ താമസിയാതെ നമ്മൾ പ്രവർത്തനം സജ്ജമാക്കും. ഇടമലക്കുടി പാക്കേജ് സാമ്പത്തിക വർഷം തന്നെ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി നമ്മൾ സ്വീകരിക്കും. ഈ സാമ്പത്തിക വർഷം പാലക്കാട് മെഡിക്കൽ കോളേജ് സമ്പൂർണ്ണ പ്രവർത്തനക്ഷമമാക്കുന്ന കാര്യം നമ്മൾ സൂചിപ്പിച്ചു കഴിഞ്ഞു. തിരഞ്ഞെടുത്ത IT-കളെ പൊതുമേഖലാ സ്ഥാപനങ്ങളുമായി ചേർന്ന് സ്കിൽ പാർക്കുകളാക്കി മാറ്റും. മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ള സംഘർഷങ്ങൾ ഒഴിവാക്കുന്നതിന് വന്യജീവി ദുരന്ത നിവാരണം എന്നീ വകുപ്പുമായി സഹകരിച്ച് നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ വകുപ്പ് സ്വീകരിക്കുന്നതായിരിക്കും. നമ്മുടെ ഊരുകൂട്ടങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും സാമൂഹിക പഠനപരിപാടികളുടെ എണ്ണം 343 നിന്നും 400 ഉയർത്തുന്നതിനും വേണ്ടിയിട്ടുള്ള നടപടി വകുപ്പ് സ്വീകരിക്കും. തിരുവനന്തപുരം അംബേദ്കർ ഭവനിൽ അയ്യങ്കാളി പഠന കേന്ദ്രം നമ്മൾ താമസിയാതെ നമ്മൾ പ്രവർത്തനം ആരംഭിക്കും സാർ. 1957 മന്ത്രിസഭ അംഗം PK ചാത്തൻ മാസ്റ്ററുടെ പേരിൽ തൃശ്ശൂരിൽ സ്ഥാപിക്കാൻ തീരുമാനിച്ച കെട്ടിട സമുച്ചയം ഈ സാമ്പത്തിക വർഷത്തിൽ നമ്മൾ പൂർത്തീകരിക്കും. പ്രളയബാധിത മേഖലകളിൽ സുസ്ഥിര പുനരധിവാസ പദ്ധതി നടപ്പാക്കും. സംരംഭകരുടെ സംഗമം, പുതിയ സംരംഭങ്ങൾക്കുള്ള പ്രൊജക്ട് രൂപീകരണം, പരിശീലനം എന്നിവ നമ്മൾ സംഘടിപ്പിക്കും. പിന്നാക്ക വിഭാഗ വികസന കോർപ്പറേഷൻ, പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ, പരിവർത്തിത ക്രൈസ്തവ ശുപാർശിത വിഭാഗ വികസന കോർപ്പറേഷൻ, കളിമൺ പാത്ര നിർമ്മാണ വികസന ക്ഷേമ വികസന കോർപ്പറേഷൻ എന്നിവയിലൂടെ വരും വർഷം 1200 കോടി രൂപയുടെ സംരംഭ സഹായം നമ്മൾ നൽകും. ഉൽപ്പന്ന പ്രദർശനത്തിനും വിപണനത്തിനും സ്ഥിരം സംവിധാനം ഒരുക്കും. ഉൽപ്പാദനക്ഷമതയും ഗുണമേന്മയും വർദ്ധിപ്പിക്കുവാൻ നൂതന സാങ്കേതിക വിദ്യകളും ആധുനികവൽക്കരണവും നടപ്പിലാക്കും. പാരമ്പര്യ കലകളും സംസ്കാരവും സംരക്ഷിക്കുന്നതിന് പ്രത്യേക പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കും. കരകൗശല നിർമ്മാണ തൊഴിലാളികളുടെയും കളിമൺ പാത്ര നിർമ്മാണ തൊഴിലാളികളുടെയും തൊഴിലിടങ്ങൾ ആധുനികവൽക്കരിക്കാനും ഉൽപ്പന്നങ്ങൾക്ക് സ്ഥിരം വിപണി ഉറപ്പുവരുത്തുന്നതിനും പദ്ധതി നമ്മൾ നടപ്പാക്കും. സാർ, ഇത്രയും കാര്യങ്ങളാണ് ഈ വരും വർഷത്ത് നമ്മുടെ വകുപ്പ് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ പറഞ്ഞ ഒരു 2-3 കാര്യത്തിന് വേണ്ടി മാത്രം ഞാൻ മറുപടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇവിടെ 2011-16 വർഷം UDFൻ്റെ കാലത്ത് 2011 തൊട്ട് 16 വരെ UDF ചെലവഴിച്ചിട്ടുള്ളത് ST വിഭാഗത്തിന് വേണ്ടിയിട്ട് 1366 കോടി മാത്രമാണ് സാർ. അതേസമയത്ത് LDF ഗവൺമെൻറ് 2004 തൊട്ട് 25 വരെ നമ്മൾ 2386 കോടി നമ്മൾ 4 വർഷം കൊണ്ട് നമുക്ക് ചെലവഴിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചു. അതേസമയത്ത് SC വിഭാഗത്തിന് വേണ്ടിയിട്ട് 2011 തൊട്ട് 2016 വരെ UDFന് ചെലവഴിക്കാൻ വേണ്ടി സാധിച്ചത് 4280 കോടിയാണെങ്കിൽ 2004 തൊട്ട് 25 വരെ 2014 തൊട്ട് 2025 വരെ ആകുമ്പോഴത്തും 9280 കോടിയാണ് സാർ നമുക്ക് ചെലവഴിക്കാൻ വേണ്ടി സാധിച്ചത്. 9280 കോടിയാണ് സാർ നമുക്ക് ചെലവഴിക്കാൻ വേണ്ടി സാധിച്ചത്. ഇവിടെ കണക്കുകൾ ഉദ്ധരിച്ച് ഇവിടെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് കേൾക്കാൻ പോലും മനസ്സ് കാണിക്കാതെ അവർ പോവുകയാണ് ചെയ്തത്. ഇവിടെ വേറൊരു കാര്യം കൂടി പറഞ്ഞു, EMS അയ്യങ്കാളിയെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല എന്നുള്ളതൊക്കെ പറഞ്ഞു. പക്ഷേ അതും തെറ്റായി നമ്മൾ സഭയെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് സാർ ചെയ്തിട്ടുള്ളത്. EMS സത്യത്തിൽ അയ്യങ്കാളിയെക്കുറിച്ച് പരാമർശിച്ചിരുന്നു, അയ്യങ്കാളിയെ എടുത്ത് പറഞ്ഞിരുന്നു. ആ കാര്യങ്ങൾ ഞാനിവിടെ വീണ്ടും ഞാൻ പറയുന്നില്ല. അതേപോലെ തന്നെ ഇവിടെ അട്ടപ്പാടിയിലെ MLA പറഞ്ഞത് നമ്മുടെ പട്ടികവർഗ വിദ്യാർത്ഥികൾ ജോലിയൊന്നും കിട്ടുന്നില്ല, അതേപോലെ തന്നെ ഇവരെല്ലാം തൊഴിൽ രഹിതരാകുന്നു എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ മെമ്പർമാർ സംസാരിപ്പിക്കുമ്പോൾ പറഞ്ഞു 500 പേർക്കാണ് സാർ നേരിട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി കൊടുത്തത്. 175 പേർക്ക് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ജോലി കൊടുത്തു. 150 പേർക്ക് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ജോലി കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 400ഓളം നമ്മുടെ പാരാമെഡിക്കൽ പാസ്സായിട്ടുള്ള കുട്ടികൾക്ക് നമ്മൾ നേരിട്ട് ജോലി കൊടുത്തിട്ടുണ്ട്. ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടുള്ള വിങ്സ് പ്രകാരമുള്ള പൈലറ്റും ഫയർ ഹോസ്റ്റുമാരായിട്ടുള്ള ആൾക്കാർക്ക് നമ്മൾ ജോലി ലഭ്യമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. വിദേശത്ത് വിട്ട 800 കുട്ടികളിൽ 56 പേർക്ക് നമുക്കവിടെ ജോലി കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ നിരവധി പേർക്ക് ജോലി നമ്മൾ ലഭ്യമാക്കാനും ജോലിക്ക് വേണ്ടി നിരവധി പേരെ നമ്മൾ ഇൻറ്റേൺഷിപ്പ് കൊടുത്തുകൊണ്ടുള്ള നടപടി നമ്മൾ സ്വീകരിച്ചു വരുന്നു. അതുപോലെ തന്നെ സ്കിൽ ട്രെയിനിങ് നമ്മൾ ആയിരക്കണക്കിന് കുട്ടികൾക്ക് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഈ അവസരത്തിലാണ് നിയമസഭയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ചില പ്രസ്താവനകൾ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്നത് എന്ന് ഞാനിവിടെ എടുത്തു സൂചിപ്പിക്കുകയാണ്. പിന്നെ ടൈസൺ മാഷ് പറഞ്ഞതുപോലെ ആ കാര്യങ്ങൾ ലോൺ കൃത്യമായി അടയ്ക്കുന്ന ആൾക്കാർക്കുള്ള കാര്യങ്ങൾ അനുഭാവപൂർവ്വം പരിശോധിക്കാൻ വേണ്ടിയിട്ടാലും ശ്രമിക്കും.
ലിൻഡോ ജോസഫ് എം എൽ എ സൂചിപ്പിച്ചതുപോലെ ഈ കാലതാമസം അംബേദ്കർ പദ്ധതിയുടെ കാലതാമസം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പുതിയ നടപടി സ്വീകരിച്ചു കഴിഞ്ഞു. പദ്ധതിയുടെ AS കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ജില്ലാതലത്തിൽ തന്നെ അതിൻ്റെ നടപടി സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഉത്തരവ് നമ്മൾ ഇറക്കിക്കഴിഞ്ഞു. ആ കാര്യങ്ങൾ വരുമ്പോൾ കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്ക് പദ്ധതി നടപ്പാക്കാൻ വേണ്ടി നമുക്ക് സാധിക്കും. SC/ST പ്രൊമോട്ടർമാരുടെ ഓണറേറിയം ഇവിടെ ആരോ സൂചിപ്പിച്ചു 10,000 രൂപ മാത്രമാണ്. പക്ഷേ 10,000 രൂപയല്ല, നമ്മൾ 13,500 രൂപയാണ് നമ്മൾ പ്രൊമോട്ടർമാർക്ക് നിലവിലിപ്പോൾ നൽകി വരുന്നത്. പിന്നെ ലൈഫിൻ്റെ കാര്യം പറഞ്ഞു. പിന്നെ നമ്മുടെ ഉന്നതിക്ക് പുറത്ത് 4 ലക്ഷവും ഉന്നതിക്ക് ഉള്ളിൽ 6 ലക്ഷമാണ് എന്നുള്ള ഒരു ഇത് പറഞ്ഞു. നമ്മൾ പരിശോധിച്ചു. നമ്മൾ സർക്കാർ ഉത്തരവ് നേരത്തെ തന്നെ ഇറക്കിയിട്ടുണ്ട്. പരമാവധി പുറത്തുള്ള ഉന്നതികളിൽ താമസിക്കുന്ന നമ്മുടെ SC/STക്കാർക്കും 6 ലക്ഷം രൂപയായിട്ട് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഉത്തരവ് നമ്മൾ ഇറക്കിയിട്ടുണ്ട്. വാത്സല്യനിധി വാത്സല്യനിധി പുനഃസ്ഥാപിക്കാൻ നമ്മൾ നടപടി സ്വീകരിക്കുന്നുണ്ട്. അത് LICയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നമ്മുടെ വാത്സല്യനിധിയുടെ പദ്ധതി നമ്മൾ ആവിഷ്കരിച്ച് നടപ്പാക്കിയത്. പക്ഷേ ഈ LIC സ്വകാര്യവൽക്കരിച്ചതോട് കൂടിയിട്ട് അവർ ഈ മേഖലയിൽ നിന്ന് പൂർണ്ണമായിട്ട് പിന്മാറി. അതുകൊണ്ടാണ് നമുക്ക് തൽക്കാലം അത് നിന്ന് പോയിട്ടുള്ളത്. ഏതായാലും അത് പുനഃസ്ഥാപിക്കുന്നതിനുള്ള നടപടി നമ്മളിവിടെ ചെയ്യുന്നതായിരിക്കും. യെസ് പ്ലീസ് പ്ലീസ്. യെസ് സാർ, ഇത്ര കാര്യങ്ങളാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. യെസ്, താങ്ക് യു. ശരി, ഈ ഡിമാൻഡ് അംഗീകരിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. യെസ്.